പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പമായി ചിന്തയ്ക്കെടുത്ത വേദവാക്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. അവിടെ കർത്താവായ യേശു ക്രിസ്തു കണ്ണുനീരിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന ഒരു ഭവനത്തിൽ കടന്നു വന്നിട്ട് പറയുകയാണ്, നീ ഇന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നു, പറയുവാൻ ഇടയായിത്തീരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ പറയുകയാണ്, ഇനി നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരുത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവിനൊരു കാര്യം അസാധ്യമായി ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരുവനെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തി ചലിക്കുവാൻ ഇടയായിത്തീരും. അവിടെ പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. അവിടെ കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയ ഇനി ആ വിഷയത്തിൻ്റെ മേൽ ഒരു മറുപടി കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നസ്രായൻ്റെ കരം സ്പർശനം അവിടെ ഉണ്ടായപ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടപ്പോൾ, അവിടെ നാറ്റം വെച്ച ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാൻ ഇടയായിത്തീർന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിൻ്റെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നസ്രായൻ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായിത്തീരും. അവിടെ യേശു പറയുന്നൊരു വാക്യമാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. യേശുവിന് ഒരു കാര്യവും അസാധ്യമായി ഒന്നുമില്ല. സകല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഉയർത്തുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.